നിങ്ങൾക്കെല്ലാം സുഖം തന്നെ ഇരിക്കും അല്ലേ? ഇപ്പൊ ഈ തുലാവാസായ പിന്നെ നേരത്തെ സന്ധ്യാന്ത് അങ്ങനെ 6 മണിയാകുമ്പോഴേ ഇട്ടായി. എനിക്ക് ഇന്ന് ഉച്ചക്ക് കുറച്ച് കുഞ്ഞുമത്തി കിട്ടീന്. അതിന് ഞാൻ അച്ചാറാക്കാറിനിട്ട് മുറിച്ചിട്ടെല്ലാം ഇട്ടിട്ട് വെച്ചിന്. കുഞ്ഞുമത്തി അച്ചാർ ഇടുമ്പോ വന്ന ചേരുവയിലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് നേരത്തെ കുഞ്ഞുമത്തി മുറിച്ചിട്ട് കൈയിട്ട് മഞ്ഞളും ഉപ്പും പെരക്കിയിട്ട് വെച്ചത്. ഇത് കടുക്, ഇത് കുമുട്ടിമുളകിന്റെ പൊടി, ഇത് എരിവില്ല മുളകിന്റെ പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി, വെളുത്തുള്ളി ഉരിഞ്ഞിട്ട് വെച്ചത്, ഇഞ്ചി മുറിച്ചിട്ട് വെച്ചത്, 2 പച്ചമുളക് മുറിച്ച് വെച്ചത്, കരിയാമ്പല, കുരുമുളക്. വെള്ളിന്റെ എണ്ണയിൽ മീൻ നല്ലോണം വേവിക്കണം. അത് കഴിഞ്ഞിട്ട് അച്ചാറുണ്ടാക്കുന്നത്. നേരത്തെ മീൻ മുറിച്ച് വെക്കുമ്പോ ഞാൻ മഞ്ഞൾ ഉപ്പ് ഇട്ട് വെച്ചിന്. ഇനി കുമുട്ടിമുളകും കുറച്ച് എരിവില്ല മുളകും പെരക്കിയിട്ട് വെക്കണം 5 മിനിറ്റ് സമയം. ഉപ്പും മഞ്ഞപ്പൊടിയും നേരത്തെ ഇട്ട് വെച്ചത്. കുമുട്ടിമുളകിന്റെ പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് പെരക്കിയിട്ട് വെക്കണം. ഇപ്പൊ മുളക് പൊടി ഇനി വാങ്ങല് പറ്റി. ഇനി 5 മിനിറ്റ് സമയം അവിടെ വെക്കുന്നു. 5 മിനിറ്റ് സമയം ആയിപ്പോ ഇനി ഞാൻ എണ്ണയിൽ കൊണ്ടുപോയിട്ട് ഇതിനെ ബാട്ടുന്നു. ഈ പാങ്ങിന് പറ്റി ഞാൻ ചീനിച്ചട്ടി തീമാക്കുന്നു. ചീനിച്ചട്ടി ചൂടായി, ഞാൻ എണ്ണ പോയിരുന്നു. വെള്ളിന്റെ എണ്ണ കൂട്ടിയത് ചൂടായി വാങ്ങില്. ഇനി ഞാൻ കുഞ്ഞുമത്തീനെ ഇടുന്നു മുറിച്ചേന്. മത്തീനെ എണ്ണയിൽ ഇട്ടയിലേ ഇറക്കിക്കൂടാ, കുറച്ച് കഴിയണം. ഇപ്പൊ ഇനി തിളക്കുന്നുണ്ട്, ഇനി എഴുതിപ്പിക്കാം. എണ്ണ അധികം കൂട്ടിക്കൂടാ, ഇതില് മത്തിയുടെ നെയ്യ് ഉണ്ടാവും. അങ്ങനെ എണ്ണ കുറച്ചേ കൂട്ടിക്കൂടും. ഇറക്കുമ്പോ നല്ല പാങ്ങില് നോക്കണം, നല്ല നല്ല ഇറക്കിക്കൂടും. അല്ലെങ്കിൽ പറ്റ തൊലിയെല്ലാം പോയി എന്തെല്ലാം ആവും. ഇതിപ്പോ കാഞ്ഞതുകൊണ്ടേനും ഉണ്ടായില്ല. ഇത് പാങ്ങില് എണ്ണയില് മൊരിഞ്ഞു വരുന്നുണ്ട്. മീൻ നല്ല പാങ്ങില് എണ്ണയില് പൊരിഞ്ഞു. ഇനി ഞാനിത് എടുത്തു വെക്കുന്നു. ഇത് വെള്ളെണ്ണയിലാക്കിയതുകൊണ്ട് ഇങ്ങനെ വേഗം പൊരിഞ്ഞത്. നമ്മൾ വെളിച്ചെണ്ണയിൽ കുറെ താമസം അധികം വേണ്ടി വരുന്നു. ഇനി ഇതിനെ ഊറ്റി വെക്കണം. ഇതന്നെ അച്ചാറിന്റെ പാകം. നല്ല പാങ്ങില് പൊരിഞ്ഞിട്ട് ശരിയായിപ്പോ. ഇതിലെന്നെ കടുക് പൊട്ടിക്കുന്നതുകൊണ്ട് ഇതിൽ പൊടിയെല്ലാം ഇല്ലെന്നെല്ലാം ഞാൻ ഇതിലേക്ക് കോരിയിടുന്നു. അതെല്ലാം കളിയുന്നതല്ലല്ലോ, മീനിന്റെ നല്ല ഇറച്ചി തന്നെ. എണ്ണയിലേക്ക് കടുക് ഇടുന്നു. കടുക് പാങ്ങിൽ പൊട്ടുന്നുണ്ട്. വെളുത്തുള്ളി പാങ്ങിൽ ഉരിഞ്ഞിട്ട് മുറിച്ചത്. അത് നല്ല പാങ്ങിൽ നിറം മങ്ങുമ്പോ അതിൽ ഇഞ്ചി ഇടണം. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്. ഇഞ്ചി മുറിച്ചത് ഇട്ടു. ഇനി പച്ചമുളക് മുറിച്ചതുണ്ട്, അത് ഇടുന്നു. നല്ല പാങ്ങിൽ ഇറക്കിയിട്ട് അതിന് നിറം മങ്ങിക്കണം. ഇതെല്ലാം ഒരു കാഞ്ഞു. ഇനി കരിയാമ്പല ഇടുന്നു. കുറച്ച് ഉലുവപ്പൊടി ഇടണം. കുരുമുളകിന്റെ പൊടി, ഇനി മഞ്ഞപ്പൊടി. ഇതെല്ലാം നല്ല പാങ്ങില് കാഞ്ഞു. ഇനി കുമുട്ടിമുളകിന്റെ പൊടി ഇടുന്നു കുറച്ച്. ഇനി കായത്തിന്റെ കുറച്ച് പൊടി ഇട്ടാൽ മതി. മീൻ വറുത്തതിലേക്ക് ഇത് വാങ്ങിയിട്ട് ഇടുന്നു. ഈറ്റക്ക് വിനാഗിരി വെള്ളം ഒഴിക്കുന്നു. കുഞ്ഞുമത്തിയുടെ അച്ചാറ് റെഡിയായി. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ കൂട്ടുന്നു. പാങ്ങിലട വെക്കുന്നത്. ഈ ചോപ്പ് നിറം കാണുന്നില്ലേ, അതെല്ലായിടത്തും ആയെങ്കിലേ അച്ചാറ് നല്ല പാങ്ങാവും. ഇപ്പൊ കുറേശ്ശെ പൊന്തി വരുന്നുണ്ട്. നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ എണ്ണ എല്ലാം പൊന്തിയിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അച്ചാറ് നല്ല പാങ്ങുണ്ട് അതിന്റെ അർത്ഥം. ഇന്നത്തെ കുഞ്ഞുമത്തി അച്ചാറ് റെഡിയായി. ഈ അച്ചാറ് വെള്ളെണ്ണ കൂട്ടിയിട്ട് ആക്കിയത് കൊണ്ട് ഒന്നും പൊട്ടായൊന്നും ചെയ്യില്ല. ഒരു 3 മാസം വരെ വേണമെങ്കിലും നിൽക്കും. നിങ്ങൾ മീനെല്ലാം കൂട്ടിയിട്ട് ഇപ്പൊ മടുത്തിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെ അച്ചാറാക്കി വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞോക്ക് സ്കൂൾ കൊണ്ടുപോകാനും എല്ലാം നല്ലത് തന്നെ. ഇന്ന് ഞാൻ കുഞ്ഞുമത്തിയുടെ അച്ചാറ് പാങ്ങുണ്ടാക്കുന്നില്ല. എന്നെപ്പോഴെങ്കിലും ചോറിൽ കൂട്ടുമ്പോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങളും കുഞ്ഞുമത്തി കിട്ടിയെങ്കിൽ ഇതേപോലെ അച്ചാറിട്ടിട്ട് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.